പരിഹാസങ്ങളിൽ നിന്നും കയ്യടിയിലേക്ക്. 1964 ടോക്കിയോ ഒളിമ്പിക്സ് വേദിയാണ് രംഗം. ഓട്ട മത്സരത്തിൽ വിജയികൾ ലക്ഷ്യസ്ഥാനം കടന്നു കഴിഞ്ഞിരിക്കുന്നു. കാണികൾ സ്റ്റേഡിയം വിട്ടുപോകാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ട്രാക്കിലൂടെ ഒരു മനുഷ്യൻ വേദന കടിച്ചു പിടിച്ച് വേച്ച് വരുന്നത് ആളുകൾ കാണുന്നത്. ശ്രീലങ്കൻ താരമായ രണതുംഗ കരുണാനന്ദ ആയിരുന്നു അത്. കടുത്ത അസുഖവും അസഹനീയമായ വേദനയും കാരണം അദ്ദേഹം മറ്റുള്ളവരെക്കാൾ വളരെ പിന്നിലായിരുന്നു. വേദനയോടെ ഓരോ ചുവടും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആദ്യം അത് കണ്ടവർ അദ്ദേഹത്തെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. പിന്നീട് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. സ്റ്റേഡിയം മുഴുവൻ നിശബ്ദമായി. പെട്ടെന്ന് എവിടെ നിന്നോ ഒരാൾ കൈയടിച്ചു തുടങ്ങി. നിമിഷങ്ങൾക്കകം ആ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ആദരവോടെ 70,000 കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. മത്സരത്തിൽ ഏറ്റവും അവസാനമാക്കി പൂർത്തിയാക്കിയ ശേഷം ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, മറ്റെല്ലാവരും ഫിനിഷ് ചെയ്തിട്ടും ഇത്ര വേദന സഹിച്ച് നിങ്ങൾ എന്തിനാണ് ഓടിയത്? അദ്ദേഹം നൽകിയ മറുപടി ഇതായിരുന്നു: നാട്ടിൽ എനിക്കൊരു ചെറിയ മകളുണ്ട്. അവളുടെ അച്ഛൻ ഇടയ്ക്ക് വെച്ച് തോറ്റു പിന്മാറിയിട്ടില്ലെന്നും അവസാനം വരെ ഓടിയെന്നും എനിക്ക് അവളോട് പറയണം. 52 വർഷങ്ങൾക്ക് ശേഷമുള്ള ട്വിസ്റ്റ്. കരുണാനന്ദയുടെ ആ ഓട്ടം അവിടെ അവസാനിച്ചില്ല. 52 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ഓഷാദി ജപ്പാനിലേക്ക് കുടികേറി. അവിടുത്തെ ജീവിതം കഷ്ടപ്പാടുകൾ കാരണം എല്ലാം ഉപേക്ഷിച്ച് തിരികെ പോരാൻ അവൾ തീരുമാനിച്ചു. അപ്പോഴാണ് യാദൃച്ഛികമായി അവൾ തൻ്റെ മുത്തച്ഛൻ്റെ ആ ഒളിമ്പിക്സ് ഓട്ടത്തിൻ്റെ വീഡിയോ കാണുന്നത്. തുടങ്ങിയ കാര്യം നമ്മൾ പൂർത്തിയാക്കണം എന്ന് മുത്തച്ഛൻ്റെ വാക്കുകൾ അവൾക്ക് കരുത്തേകി. തോറ്റ് പിന്മാറാൻ അവൾ തയ്യാറായില്ല. അവൾ ജപ്പാനിൽ തന്നെ തുടരുകയും ഇന്ന് ഒരു മികച്ച കെയർ ഗിവറായി ജോലി ചെയ്യുകയും ചെയ്യുന്നു. താൻ പഠിച്ച കാര്യങ്ങൾ തൻ്റെ നാടായ ശ്രീലങ്കയിലെ ജനങ്ങൾക്കായി ഉപയോഗിക്കണം എന്നതാണ് ഇന്ന് അവളുടെ ആഗ്രഹം. ഈ കഥ നൽകുന്ന വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, വിജയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നാമതെത്തുക എന്നുള്ളതല്ല. ചിലപ്പോൾ വിജയം എന്ന് പറഞ്ഞാൽ മെഡൽ നേടുക എന്നുള്ളതുമല്ല, മറിച്ച് എത്ര പ്രതിസന്ധിയിലും പിന്മാറാതിരിക്കുക എന്നുള്ളതാണ്. തുടങ്ങിയത് പൂർത്തിയാക്കുക. എത്ര വേദനിച്ചാലും എത്ര പിന്നിലായാലും നിങ്ങൾ തുടങ്ങിയ കാര്യം അതിൻ്റെ അവസാനം വരെ എത്തിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ പോരാട്ടമുണ്ടല്ലോ, അതൊരു തലമുറക്കുള്ള പാഠമാണ്. നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ധൈര്യവും സഹനശക്തിയും നാളെ മറ്റാർക്കെങ്കിലും, അത് നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ പേരക്കുട്ടികൾക്കോ ആകാം, അത് വലിയൊരു പ്രചോദനമായി മാറുന്നത്.